119 സങ്കീർത്തനം 56-57 തിരുവചനങ്ങൾ. 119-56 തിരുവചനങ്ങൾ. അങ്ങയുടെ കൽപ്പനകൾ പറഞ്ഞു, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എന്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിന്റെ വാഗ്ദാനം വരുന്നുണ്ട്, ദൈവത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനമുണ്ട്. കർത്താവിൻ്റെ കാലം വരുമ്പോഴേയും ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല. കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത്. അതിനെന്താ 15:7 വായിച്ചേ? യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവൻ പറയണത് പോലെ ചെയ്യുന്നത് എന്താണ്? ആ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇൻസിഡന്റിന് വേണ്ടി നമുക്ക് വേണ്ടി ലൊക്കലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഈ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞു, നിങ്ങളിൽ എന്നെ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആവും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, അപ്പം ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളമടിക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കും ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെല്ലാം എല്ലാം ഉദ്ദേശം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനോ ഉള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറഞ്ഞ അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രാദേശിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവരുടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം, അതിന് വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈവ് വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ള അതിനാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. ഇതെവിടെ? യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോഴേ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിൻ്റെ ഫണ്ടമെൻ്റ് വചനമാണ്.
എന്താ കാര്യം പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്. അതാണ് വിഷയം. അതെപ്പോഴും ഓർത്തേക്കണം കേട്ടോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫ് ലെറ്റർ വന്നാന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാനീ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ, ദൈവസ്നേഹത്തോടെയാണോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തോട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹം വരണത് വൈ ദ വെരി പ്രസൻസ് ആയിട്ടാണ് വരണത്. ഇപ്പം നിങ്ങൾക്ക് മഴവില്ല് കാണണം, നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത്? അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. ജോൺ പോൾ മാർപ്പാപ്പ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഓരോ പ്രസൻസാണ്. പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ്? അതായത് ആ 14:26 തന്നെയാണ് എൻ്റെ വചനം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി എൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഉടമ്പടി ഒരു പ്രസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവില്ല് കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒന്നിട്ട് വായിച്ചേ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയണത് നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വഴിപിരിയൽ വരണത്. അവിടെ വെച്ച് വഴിപിരിയും. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാച കയ്യെപ്പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. വീട്ടിലെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് ദ ബെഡ് അപ്പോൾ ദൈവത്തെയും മാമോനെയും ശ്രദ്ധിക്കട്ടെ. മത്തായി 6:24. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കിടക്കണ ചട്ടിക്കലോ പ്രശ്നം. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്കി നിങ്ങളെ കാര്യങ്ങൾ പറയണമെന്നില്ല. കറക്റ്റ് ഡയറക്റ്റാണ്. ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കർത്താവ് പച്ചക്ക് കാര്യം പറഞ്ഞൊക്കെയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക. രണ്ട് അധികാര സാധ്യതയില്ല. നിങ്ങൾ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനകത്ത് വേറെ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടാകണം. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമാണ്. എന്താ കാര്യം? അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ്, നോ ഡൗട്ട്. ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത്. നിന്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ മരണമാണ്. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്.
കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത്. അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ABCD പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ പാപത്തിന് നീ മരിക്കുന്നതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല, ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പം നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കേണ്ട സാധ്യതയ്ക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പം സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും. കപ്പലുകാരെല്ലാം തിരിച്ചു പോകും. കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മുടെ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ്. കടൽ പിശാചുക്കളെ കൊന്നുകളെയും പിടിച്ച്. അതുകൊണ്ടാണ് നോ മോർ ബിയോണ്ട്, ഇനി പോകരുതെന്ന് എഴുതും. അപ്പോൾ കൊളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട്, ഇനി മുന്നോട്ട് പോകരുതെന്ന് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച്. ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞ്. എന്താ കളഞ്ഞത്? എന്നിട്ട് അപ്പോൾ എന്താ? ബിയോണ്ട്, മോർ ബിയോണ്ട്, ഇനിയും പോകാമെന്ന്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തിരികെയാണ്. ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോ മോർ ബിയോണ്ടിനെ നോ പോയി, മോർ ബിയോണ്ടായി. ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ടായി. അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത്. ആ ജീവനെ പുനരുദ്ധരിച്ചു. അപ്പം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായ ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യ രുചികളില്ലേ. ഞാൻ ഈ ഉടമ്പടിയിലെ നിങ്ങളുടെ എല്ലാ ഭൗതിക സാക്ഷ്യങ്ങളെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറയും. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേസ്റ്റ്. എന്താണ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യ രുചികൾ നിത്യതയുടെ മുന്നാസ്വാദനം വെച്ചുള്ള ആദ്യ രുചികളാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല ആഴമായ ദൈവ സ്നേഹം കിട്ടും. അവർ പിന്നെയും മുന്നോട്ട് പോകും. ക്രിസ്തുവിൻ്റെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആണ് പിന്നീട് നിത്യജീവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ തിരുവുദ്ധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഈശോ ഇതിലൂടെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ വലിയ വചന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വേണം. നിങ്ങൾക്കറിയാവില്ലേ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ചില ആൾക്കാർ പരീക്ഷ എഴുതുന്നത്. പക്ഷേ ചിലർ പരീക്ഷ എഴുതുന്നത് അങ്ങനെയല്ല. അവർക്കെന്താണ്? അവർക്ക് ആദ്യത്തെ 10 റാങ്കിൽ എവിടെയെങ്കിലും കയറി പറ്റണമെന്ന് എഴുതത്തുള്ളൂ. അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. ചിലർ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നാ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പൊടികോരി തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലുള്ള കാര്യം നടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം നിങ്ങൾക്ക്. പക്ഷേ അതേസമയം തന്നെ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് കയറി പറ്റണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെക്കാം. അത് സാന്നിധ്യത്തിൻ്റെതാണ്. ഡിസ്റ്റിങ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് വരണതെല്ലാം എൻ്റെ റാങ്ക് സാന്നിധ്യത്തിൻ്റെതാണ്. നിങ്ങളെന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉടമ്പടി എടുക്കണം. പറഞ്ഞ് മനസ്സിലായ? അല്ലാതെ വസ്തുവിക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കണം, ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഓവർ പ്രാധാന്യം കൊടുക്കരുത്. അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നടക്കും ഉടമ്പടിക്കാലത്ത്. നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾക്ക് സാന്നിധ്യം വേണമെന്ന് പറയണം. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്, നമുക്ക് സ്കീമിലുള്ളതല്ലേ. ഇപ്പോൾ ഞങ്ങൾക്ക് വീട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാലും പഞ്ചായത്തുകാർ പറയും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കൂ. പക്ഷേ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ 300 ആപ്ലിക്കേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വെക്കൂ. ഞങ്ങൾ വീടൊക്കെ വന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ യോഗ്യരാണെങ്കിൽ അടുത്ത ഗഡുവിന് പരിഗണിക്കാം. എന്നാൽ അവർ പരിഗണിക്കാമെന്ന് പറയാൻ കാര്യം സ്കീമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പറയാം ലൈഫ് മിഷൻ്റെ വീട് പോയി, ഞങ്ങൾക്ക് വീടുണ്ട്, ഞങ്ങളുടെ വീടൊന്ന് പുതുക്കി പണിതാൽ മതി, ഓടിൻ്റെ വീടാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് വാർത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓടിട്ട വീട് ഓട് മാറ്റിയിട്ട് വാർക്കുന്ന സ്കീമില്ലെന്ന് പറയും. അപ്പോൾ പറയാം, അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയും ചേച്ചി എപ്പോഴും കയറി ഇറങ്ങണ്ട, അത് മൊത്തം പൊളിച്ച് മാറ്റി എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ വെക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട് കിട്ടുമല്ല, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അത് സ്കീമിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളത് വാഗ്ദാനങ്ങളെല്ലാം സ്കീമുകളാണ്. പ്രസൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്, ഓൾറെഡി ഉള്ളതാണ്. ഉള്ള കാര്യം നമുക്ക് ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിക്കാതിരുന്നാൽ മതി. ഉള്ള കാര്യം ചോദിക്കാം, അത് സ്കീമിലുള്ളതാണ്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും
എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ അപ്പോൾ സ്കീമിലുള്ളതാണത്. അപ്പോൾ നമുക്കെന്ത് ചോദിക്കാം? കർത്താവ് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ കെട്ടിക്കണം, തന്നെയല്ല മറ്റേ ആ ഇംഗ്ലണ്ടിൽ പോയ കൊച്ചിൻ്റെ ജോലി രണ്ടാമത് വിസ പുതുക്കി കിട്ടണില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് നിന്നെ കാണണം, അതാണ് വിഷയം. അപ്പോസ്തലന്മാരൊക്കെ ആദ്യം വന്നപ്പോൾ ചോദിച്ച ചോദ്യം അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഈശോയോട് ചോദിച്ചേ, റബ്ബി വേറെ ആർ യു ലിവിങ്? ഒയ്യോ ഭയങ്കര, അതായത് വേറെ ആർ യു ലിവിങ്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത്. പക്ഷെ അവർ ഉത്തരം പറയണത് ആരെ അന്വേഷിക്കുന്നു എന്നതിനാണ്. അവിടെ ഭയങ്കര ട്വിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് അന്വേഷിക്കണം എന്നാണ് ചോദിക്കണത് കർത്താവ്. അപ്പോൾ പറയും, ഞാൻ എൻ്റെ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത്. എന്നുവെച്ചാൽ നിൻ്റെ കയ്യിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കർത്താവും ചോദിക്കണത്, നിങ്ങൾ വല്ല എൻ്റെ പുറകെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആനുകൂല്യങ്ങളാണോ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ആനുകൂല്യങ്ങളല്ല, വി വണ്ട് ടു നോ ദാറ്റ് വേർ യു ആർ ലിവിങ്. നീ എവിടെ താമസിക്കുന്നു എന്നറിയണം, വചനത്തിൻ്റെ കൂടെ എവിടെയാണെന്ന് അറിയണം. അയ്യോ, എന്നാ ചോദ്യമാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ, എന്നാ ഉത്തരവാണ്. നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ കർത്താവ് ചോദിക്കണം, നിങ്ങൾ എന്താണ് അന്വേഷിക്കണതെന്നാണ്. പരീക്ഷയ്ക്ക് വിജയമാണോ, വസ്തു വിൽക്കാനാണോ, വിഷയങ്ങളാണോ അന്വേഷിക്കണത് എന്ന് പറയുമ്പോൾ ആണെന്നല്ല അവർ പറയണത്. അവർ പറയുന്നത് എന്താണ്? വിഷയങ്ങളല്ല ഞങ്ങളുടെ പ്രശ്നം, വ്യക്തിയാണ്. നീ ആണ് ഞങ്ങളുടെ പ്രശ്നം. നീ എവിടെ താമസിക്കുന്നു? അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. എവിടെ താമസിക്കുന്നു വെച്ചാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാവുന്നൊരു കാലമാണ് ഈ ഉടമ്പടി കാലം എന്ന് പറയണത്. ഇത് അവസാനം വരെ ഈ ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടാളക്കാർ വരുമ്പോൾ കർത്താവ് ചോദിക്കും, അവിടെ ചോദിക്കണത് നിങ്ങൾ എന്ത് അന്വേഷിക്കണം എന്നല്ല ചോദിക്കണത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കാര്യം എന്താണ്? അവർ ചോദിക്കേണ്ട ആൾ വ്യക്തിയാണ്, വ്യക്തിയുടെ ആനുകൂല്യങ്ങളല്ല. അവർ ചോദിക്കേണ്ട ആളാരാണ്? വ്യക്തിയാണ്. അപ്പോൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിക്കുന്ന ബൈബിള് അവസാനിക്കുന്നത് ആരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 18:4 തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയും, ജീസസ് ഓഫ് നാസറത്ത്, നസറായനീസ്. ദാറ്റ് ഇസ് മീ. നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ, ഇനി വേറെ ആരും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആൾ ഞാൻ തന്നെയാണെന്ന് പറയും. ദാറ്റ്സ് മീ എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ പവറിൽ യേശുവിനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു മലന്നടിച്ച് വീണാണ് നമുക്ക് കാണുന്നത്. ആ പവർ ഓഫ് ഗോഡ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അഥവാ ദൈവം എന്നിലൂടെ ഇപ്പോൾ ഈ നിമിഷം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സുവിശേഷത്തിൻ്റെ യാത്രയിൽ ആദ്യം മനുഷ്യൻ ആരംഭിക്കുന്നത് എന്ത് അന്വേഷിക്കുന്നു എന്നും പറഞ്ഞാൽ കർത്താവ് ചോദിക്കുക, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? പിന്നീട് ഈശോ അത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ കഷക്കായതല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങൾ വിഷയമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ തന്നെയാണ്, പിതാവ് അയച്ച എന്നെ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ആരെ അന്വേഷിക്കുന്നു. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികം നമുക്ക് പ്രലോഭനം ഉണ്ടാകാം. എന്തന്വേഷിക്കാൻ? ജോലി അന്വേഷിക്കാൻ, വീട് അന്വേഷിക്കാൻ, പ്രൊമോഷൻ അന്വേഷിക്കാൻ, പെൻഷൻ അന്വേഷിക്കാൻ, PR അന്വേഷിക്കാൻ നമുക്ക് ത്വര ഉണ്ടാകാം. ഈ ത്വരയെ അതിലംഘിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടിയിലൂടെ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. കൈയടിച്ച് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടിയുടെ ലക്ഷ്യം നീ തന്നെയാണെന്ന് വലിയ വെളിപ്പെടുത്തൽ പറയുന്നു. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യ, ദൈവവേദലെ നീ മനസ്സിലാക്കണം,
കഷം കൈൻഡായിട്ടുള്ള കാലം കഴിയുമ്പോൾ പിന്നീട് നീ അതിലൂടെ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. സ്തുതിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉടമ്പടിയുടെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസ് ആണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൗതിക ആനുകൂല്യങ്ങളെക്കാൾ ഞങ്ങളുടെ ആത്യന്തിക വാഗ്ദാനമായ ആഗ്രഹിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിലെ. പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയ പുത്രനോട്, കർത്താവ് ഇങ്ങനെ ഇളയ പുത്രൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. യഥാർത്ഥ ആള് മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു എന്താണ്, ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലുമൊക്കെ വെച്ച് കളയും. അതുപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമ്മൾ കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും, ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി. എന്നാൽ കരഞ്ഞ കൂവി കർണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവിയെ കൂവിയ കർത്താവ് ഉടനെ കർണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇങ്ങനെ വാത്സല്യത്തോടു കൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചെറു ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോഭാവികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് വെല്ലുവിളിയാണ്. പക്ഷേ മൂത്തപുത്രനെ കണ്ടു നോക്കിയേ, മൂത്തപുത്രൻ ഈ ഉടമ്പടി പാലിച്ച ഒരാളാണ്. അവനത് പറയണ്ടേ. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭം ആണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത്, ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പ്രമേയമാണ്. രക്തപടപ്പോൾ എനിക്കുള്ളത്. ശ്രുതികളുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:15. മത്തായി 20:15. എന്റെ വസ്തുവകകൾ കൊണ്ട് എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല. ഞാൻ നല്ലവനായതുകൊണ്ട് ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? നീ എന്തിനു അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രന്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ്, 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല, ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ കാര്യം എന്താണ്? അവനെന്താ മൂത്തപുത്രൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വായിച്ചേ. ലൂക്ക 15:29. ലൂക്ക 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അതാണ് ഉടമ്പടി. ഉടമ്പടി കണ്ടില്ലേ? എങ്കിലും ഉടമ്പടി ഒരിക്കലും പാലിക്കാത്ത, ഒരിക്കലും തെറ്റിക്കാത്ത ആളാണ് ഈ മൂത്ത മകൻ. കണ്ടില്ലേ? അയാൾ പറയണ്ട, ആ വചനമാണ് ഉടമ്പടിയുടെ വചനം. എന്താ പറഞ്ഞു? ഒന്ന് വായിച്ചേ. ഒരിക്കലും. എത്ര നമ്പറാണ്? 15:29. ലൂക്ക 15:21. എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന, നിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. അപ്പൊ എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇവൻ 11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇന്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇന്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്, അല്ല ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ, 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു. അപ്പോഴാണ് ആ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. മത്തായി 20:9 മുതൽ 11 വരെയുള്ള തിരുവചനം. 20:9-11. 11-ാം മണിക്കൂറിൽ വന്നവർക്ക്, 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്നാൽ ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലെ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. അവസാനം വന്ന ഇവർ ദൂത്തപുത്രന്റെ അനിയനില്ലേ? ദൂത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്? അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്. അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈൻ്റാണ്. അത് ലോകരാജ്യത്തിൻ്റെ നീതി എന്നാണ് മനസ്സിലായത്. ലോകരാജ്യത്തിൻ്റെ നീതിയിൽ നിന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരണത്. മുത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത് എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ലോകരാജ്യത്തിൻ്റെ നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം.